ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ കിടന്നുറക്കിയത്. ഇപ്പോൾ നേപ്പാളിലെ ഏതോ ഒരു ഗ്രാമത്തിലാണുള്ളത്. ഈ ഒരു വണ്ടിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് കയറിയതാണ്. ഇപ്പോഴും ആ വണ്ടിയിൽ ഇനി കയറി പോകാൻ വേണ്ടി പോവാണ്. രാവിലെ തേങ്ങ വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. ഇന്നലെ രാത്രി ഒന്നും കണ്ടിട്ടില്ല, മല മാത്രം ജസ്റ്റ് കണ്ടത്. എവിടെ എത്തി എന്നുള്ളതൊന്നും അറിയുന്നുണ്ടായില്ല. ഇപ്പോഴാണ് പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങിയത്. നോക്കിയേ, ഈ വണ്ടി എടുത്തില്ലായിരുന്നെങ്കിൽ ആ ഒരു ഗ്രാമത്തിലേക്കൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പോവായിരുന്നു. നോക്ക്, അങ്ങോട്ട് കണ്ടോ ഗ്രാമം, അവിടെ കൃഷികളും വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട്. രാവിലെ തന്നെ സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഇവർ എന്തോ ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുവാണെന്നുള്ളത് കണ്ടോ. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ എണീച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആരൊക്കെയോ പല്ലൊക്കെ തേക്കുന്നുണ്ടായിരുന്നു, ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല. പിന്നെ ഉറക്കപ്പിച്ചിലാണ്, ഞാനിപ്പോൾ പകുതി ഉറക്കപ്പിച്ചിലുള്ളത്. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോഴത്തെ ചെറിയ റോഡൊക്കെ ഉണ്ട് കേട്ടോ. റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ കുറച്ച് റോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷെ ഫുഡ് ഞാൻ കഴിക്കാൻ എനിക്കൊരു മൂഡില്ല. പക്ഷെ അവരൊക്കെ എവിടെ പോയി, അവരെവിടെ ഫുഡ് കഴിക്കാൻ പോയെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. എന്താ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിട്ടുണ്ട്. പച്ചക്കറി ഓരോന്നൊക്കെ മേടിക്കാനോ. എന്താ ചിക്കനോ, ഓറഞ്ച് കളർ ചിക്കനോ, ചിക്കനല്ല മട്ടനാന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ മട്ടൻ ബീഫ് കോൺസേ മട്ടൻ 100 എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത്. ഓ അച്ഛേ മൂക്ക് നോക്ക, അവരുടെ മൂക്കിലാണ് നല്ല രസമുണ്ട്. ഹലോ കുട്ടാ, ഹലോ. ഇവിടെ ഫ്രൂട്ട് ഷോപ്പൊക്കെ കാണുന്നത്. ഫുഡ് കഴിക്കാൻ അവരെ എവിടെ പോയി എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ എല്ലാം എല്ലാത്തിനും വിലയാണ് കേട്ടോ. കാരണം നമ്മൾ താഴേന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഫുള്ള് വെജാണ് കൂടുതൽ കഴിക്കുന്നത്. കാരണം നോൺ വെജിന് ഭയങ്കര വിലയാണെന്നാണ് പറയുന്നത്. ചിക്കൻ, എസ്പെഷ്യലി ചിക്കന് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞു. ഇവിടെ ഇതാ മോമോസ്, സമൂസ, പിന്നെന്തൊക്കെയോ ഇതെന്താ അത്, നൂഡിൽസ് പോലത്തെ ആ സാധനം. അത് വാങ്ങാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം കേട്ടോ. ലിക്കർ ഷോപ്പൊക്കെ, ചെറിയ ലിക്കർ ഷോപ്പ്. അത് പിന്നെ എല്ലാം അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാലോ എന്നൊക്കെ ആലോചിക്കണ്ടേ. എന്താ കഴിക്കാൻ, എന്താ ഉള്ളതെന്ന് കഴിച്ചോട്ടെ. സമൂസ കാണുന്നുണ്ട്, സമൂസ മാത്രമല്ലോ. ചിക്കൻ പക്കോട. चिकन पकौड़ा गरम गरम देखो। हाँ, चिकन पकौड़ा कितना है? 20 रुपये कितना? 200 रुपये पाव। प्लेट 200 रुपये। 200 200 ओके. एक प्लेट, 1 प्लेट। हाँ चिकन एक प्लेट. पार्सल हाँ पार्सल को എന്തായാലും കൊടുക്കില്ല. പാർസൽ കറോ. ഓക്കെ. ഇവിടെ 200 കേട്ടോ ചിക്കൻ പക്കോട. കഴിക്കാനുള്ള പ്ലാനിൽ ഇറങ്ങിയതല്ല ഞാൻ. പിന്നെ ചിക്കൻ പക്കോട ചൂടോടെ കണ്ടപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ എന്താ ഒരു വെജ് സമൂസ കഴിക്കാം കേട്ടോ. വെജ് സമൂസയും കഴിക്കുന്നത്. ചിക്കൻ സമൂസയ്ക്ക് 100, ഇനി 25. അപ്പം ഇത് വെച്ചു ടേസ്റ്റ് ഒന്നുമില്ല. ചമ്മന്തി കൊള്ളാം. പിന്നെ ചിക്കൻ പക്കോട മേടിച്ചു, അതിന് 225 മൊത്തം. എല്ലാം എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് വണ്ടി എടുത്തിട്ട് അടുത്ത വഴിയിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ താഴേക്കൊക്കെ ഉണ്ടോ വഴി കാണിച്ചെന്ന്. താഴേക്ക് പോകാനാണ് പറയണത്. നോക്ക്, ഇവിടുത്തെ വീടുകളുണ്ടോ, താഴേക്കായിരിക്കും ഉണ്ടാവുക. കിതർ നീച്ചേ ടീക്കേ ധന്യവാദ്. വേണ്ട, ഇതുവഴി പോകാനാണ് പറയണത്. താഴേക്ക് ഇവിടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ മൂത്രത്തിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഓപ്പൺ ആയിട്ട് തന്നെ പോകേണ്ടി വരുന്നേ, അല്ലാണ്ടൊന്നും ഉണ്ട് എന്ന് തോന്നണില്ല. അവിടെ പൂട്ടിയിട്ടേക്കാണോ? ഇവിടെ എന്തോ കാണുന്നുണ്ട്. താഴേക്ക് ഇറങ്ങി നോക്കാം. ഈ കല്ലിങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് കണ്ടില്ലേ? ഇത് വീട് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവരുടെ വീടിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുന്നത് കല്ലായിരിക്കും. കല്ലാണ് ഇതൊക്കെ. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ്
ഒരേ ഷേപ്പിലാക്കി അടിച്ച് പരത്തിയിട്ട് അങ്ങനെ ഇടും. അപ്പൊ തണുപ്പിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു തോന്നുന്നു. അടുത്ത സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ. അവര് തന്നെ വിളിച്ചിട്ട് വാന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഞാൻ പോകുന്നില്ല, എനിക്ക് വിശക്കുന്നൊന്നുമില്ല. നേരത്തെ അല്ലേ ഫുഡ് കഴിച്ചത്. നോക്ക്, മീൻ തൂക്കിയിട്ടേക്കുന്നുണ്ടാ. ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയ മീനാ എന്തോ. ഇവിടെ ഒന്നും വെള്ളമൊന്നുമില്ല, ഫുൾ മൗണ്ടൈൻസ്. അതിൽ ഈച്ചിരിക്കുന്നുണ്ടാ. ഫുൾ എന്തോ പോലെ ഉണ്ട്. അത് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ ആവുന്നു. ചേച്ചി ആടിന് ഫുഡ് കൊടുക്കാൻ പോവാന്ന് തോന്നുന്നുണ്ട്, വെള്ളം കൊടുക്കാൻ. കാന ആട് നെയ് ഓ, അതിനെന്താ പറയാ, ആടിനെന്താ പറയാ, മറന്നുപോയി. ആടിന് ചേച്ചിക്ക് ഒന്നാമത് ഹിന്ദി അറിയില്ല. മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ, മഴ ചാറുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെ നിറയെ ഈച്ച. അതാണ്ട് ആടിന് വെള്ളം കൊടുക്കുന്നു. ഫുഡ് എന്താ ഉള്ളതെന്ന് വെറുതെ പോയി നോക്കാം. എനിക്ക് വിശക്കുന്നില്ല പക്ഷെ, കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഉറക്കം വരുന്നിട്ട് നല്ലപോലെ ഉറങ്ങി, എന്നിട്ട് ഉറക്കം വരിക. ഉള്ളിൽ കയറിയിട്ട് ചോട്ടെ എന്താ ഉള്ളേന്ന്. ഹായ്, ഇവരുടെ ഡ്രസ്സ് നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. ഹായ്, നല്ല രസമുണ്ട് കേട്ടോ. കയ്യിലൊക്കെ നോക്ക്, കയ്യിലൊക്കെ. ഓ अच्छा है वो, ओके अच्छा है, देखने के लिए अच्छा है. നോക്ക്, വീട് പോലെ ഇരിക്കുന്നു. ओ खाना क्या है इधर? मच्छी है, चिकन है, सब कुछ है. कितना है भैया, कितना है प्लेट? हाँ 350. അത് ഇവിടുത്തെ നോർമൽ പ്രൈസാ തോന്നുന്നു. ഇന്നലെ രാത്രിയും 350 ആയിരുന്നു. വിശപ്പുണ്ടെങ്കിൽ ഓക്കെയാണ്, പക്ഷെ എനിക്കിപ്പോൾ വിശക്കുന്നില്ല. ഞാൻ വെറുതെ 350 കളയുന്നേ. അവര് കഴിക്കട്ടെ, ഞാൻ കഴിക്കുന്നില്ല. ഇന്നലത്തെ ഫുഡ് എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അരി എന്താണ്, റൈസ് എന്താണ് അവർ ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് കല്യാണം കഴിഞ്ഞ എല്ലാവരും ഇടുന്നൊക്കെ പറഞ്ഞ്, ഇവിടെ പഹാടി ഇവിടുത്തെ ആൾക്കാരിടുന്ന ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഇത് എനിക്ക് കാണിച്ചു തരുന്നത് ഇത് സിൽവറാണ്, ഇത് ഗോൾഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്, എനിക്കറിയില്ല. പിന്നെ വേറെയും കുറേ സാധനങ്ങളുണ്ട്. ഇവരായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. ഇവരൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഫുള്ള് ഇവർ റെഡ് കളർ മാത്രമേ ഇടുള്ളൂ. भैया क्यों ऐसा रेड वगैरह पूरा ओके रेड ഓക്കെ നേപ്പാൾ പൂര ऐसा रेड ഓക്കെ. ഞാൻ മുന്നേ നേപ്പാൾ ഒന്നിപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല ഒന്നും. ഏതോ കല്യാണത്തിന് പോയപ്പോൾ ഫുള്ള് റെഡ് ഉണ്ടായിരുന്നു, പക്ഷെ അല്ലാണ്ട് മൊത്തം റെഡ് ഇടുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. റെഡ് കളർ അച്ഛായ റെഡ് അച്ഛാ കളറേ. അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുന്നില്ല കേട്ടോ. നമ്മളെ ദീദി ഉണ്ടല്ലോ, ദീദി എന്നെ വീട്ടിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഗർ കിതർ ജാസർകോട്ട്, അവിടേക്കൊക്കെ വിളിച്ച് അവിടെ ഫുൾ ബർഫും ഇതൊക്കെയാണ്, എന്താ പറയുക, സ്നോഫാളില്ല സ്നോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കുറേ വിളിച്ചു. പക്ഷെ ഇവിടുന്ന് വീണ്ടും 2 ദിവസം എടുക്കും. 2 ദിവസം എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. എനിക്ക് വിശക്കാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. ഫൈനലി 24 മണിക്കൂറിന് ശേഷം ഞാൻ ജുംല എത്തിയിട്ടുണ്ട്. ഇതാണ് ജുംല ബസാർ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഞാനിതാ ഇവിടുന്ന് ഈ പുള്ളിക്കാരുടെ കൂടെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ചലോ. ഇവരൊക്കെ അയൽവാസികളാന്ന് തോന്നുന്നു. ഈ പുള്ളിക്കാരി എന്നെ സ്പെഷ്യലായിട്ട് വീട്ടിലേക്ക് വിളിച്ചു. അപ്പം അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. എന്നോട് ചോദിച്ചു അവിടെ പോയത്, അവനെ ഗ്രാമം കാണാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എന്നാ വാ കൂടെ വാന്ന് പറഞ്ഞു, വീട്ടിലേക്ക് വാന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ്. നടന്നു പോകണം തോന്നുന്നു, കുറേ ദൂരം ഉണ്ട് തോന്നുന്നു. ഇവിടെ എല്ലാവരുടെയും ഇവിടെ ട്രക്കിങ്ങിന് വേറെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടുത്തെ ഓരോ വീടുകൾ കുന്നിൻ്റെ മുകളിലാണ്. അങ്ങോട്ടൊക്കെ ദൂരെ കണ്ട ഓരോ വീടുകളും ഓരോ കുന്നിൻ്റെ മേളിലാണ് കേട്ടോ കാണുന്നത്. ഈ പുള്ളിക്കാരുടെ വീട് എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ നടന്നാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു നടന്നു പോവാ, പ്രശ്നമൊന്നും ഇല്ലാന്ന്. നടന്നു പോകുന്ന വഴിക്ക് നോക്ക്, ഫുള്ള് ഇതാണ് കാണുന്നത്. ആട്ടാനാ ആട്ടാ क्या बनाने का? रोटी बनाने का. रोटी इधर रोटी और चावल कौन सी खाता है? रोटी चावल दोनों खाता है. ठीक है. ഇവിടെ മൊത്തം അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് പച്ചപ്പ്. നമ്മളെ നാട്ടിൽ നെൽകൃഷി കാണുന്ന പോലെ ഇവിടെ ഈ സാധനം കാണുന്നത് ഗോതമ്പ്. പക്ഷെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോതമ്പാണല്ലോ. അതോ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയാണോ എന്താണെന്നറിയില്ല. ഇവരുടെ വീട് എവിടെയാണെന്നറിയില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. ദീദി क्यों आप रेड ड्रेस नहीं आपका? हाँ वो नहीं, मैं ऐसे पहनती हूँ. ठीक है. मेरे ऐसे अच्छे लगते हैं. हाँ. ये वाला अच्छे लगते हैं. ठीक है. അവര് പുള്ളിക്കാർക്ക് റെഡ് ചേരില്ല, മറ്റാ നല്ല കൊണ്ടിടുന്നു. ഓ ബൗത്ത് ആദ്മി ഉദർ റെഡ് है, पूरा आदमी रेड ऐसा. जो भी है वो
सब रेड है हाँ रेड है ओनली मी जो रेड नहीं पहनती പുള്ളിക്കാരി മാത്രമാണ് റെഡ് ഇടാത്തുള്ളൂ, ബാക്കി എല്ലാവരും റെഡ് ഇടാന്ന് പറയുന്നത്. बैग इधर रखिए हमारा घर ही है ഓ ഇതറിയേ हाँ ടീക്കേ ആ അവിടെ അധികം ദൂരം പോകാനില്ല കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ വീട്. അപ്പോൾ ബാഗെല്ലാം അവിടെ വെച്ചു, 2 ബാഗും അവിടെ വെച്ചിട്ട് ഗ്രാമത്തിലേക്ക് പോവാണ്. പുള്ളിക്കാരെയും കൂട്ടിയിട്ട്, പുള്ളിക്കാർക്ക് എന്തോ ബാഗ് കൊടുക്കാൻ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നേപ്പാളി മിക്സ് ആയിട്ടുള്ള ഹിന്ദിയും എൻ്റെത് എന്തോ മിക്സ് ആയിട്ടുള്ള ഹിന്ദി, അതുകൊണ്ട് ശരിക്കും പോലെ മനസ്സിലാവുന്നില്ല. മഴ പെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. ഇരുണ്ട് കൂടി വരുന്നു. ഇപ്പം തന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഹായ്, പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നു. ഞാൻ ചോദിക്കുമായിരുന്നു ആ കാണുന്നത് എന്താ സാധനം എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് വിക്സ് നമ്മൾ നെറ്റി തേക്കൂലേ, അതുപോലത്തെ എന്തോ സാധനമാണ് വിക്സ്. ഓ ഇവരില്ലേ വിക്ക് ബി എന്നാ പറയുന്നത്, ബിക്സ് എന്നാ പറയുന്നത്, വിക്സ്. യെസ്, പക്ഷെ പറയുമ്പോ ബി പോലെ വരുന്നത്. ആ പിന്നെ എനിക്കറിയില്ല. അബി കിധർ ജായേഗാ? ऊपर है थोड़ा थोड़ा ठीक है. സ്കൂൾ വിട്ടിട്ട് എല്ലാ പിള്ളേരും ഇതുവഴി കേട്ടോ പോകുന്നത്. മുകളിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇവിടെ ഇലക്ട്രിസിറ്റിയും സോളാറൊക്കെ ഉണ്ട്. മുന്നേ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട്, സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ ഓക്കെയാണ്, നല്ല അടിപൊളി വെതറാണ്. പക്ഷെ വിൻ്ററിലാണെങ്കിൽ ഇതർ വിൻ്റർ മേ പൂരാ ബർഫേനാ? अभी अच्छा मौसम है, अच्छा थोड़ा ठंडा. हाँ बहुत अच्छा, थोड़ा ठंडा, बर्फ नहीं, देखने के लिए भी अच्छा. जगह भी अच्छा है, हाँ हरा भरा है. वो बर्फ है तो मुश्किल है ना इधर रहने के लिए. मुश्किल तो होता है. हम आग जला के बसते हैं, खाना पकाने लिए दाउरा से खाना पका दिए, आग जला के बसते हैं. ये वाला विंटर के लिए स्टोरेज किया हुआ സ്റ്റോർ कर रहा है. അവർ വിൻ്ററിലെല്ലാം ഭക്ഷണം ഇതാക്കാനുള്ളതൊക്കെ ഇപ്പം എല്ലാം ചെയ്തിട്ട് സ്റ്റോർ ചെയ്തത്. ഓ ക്യാ कर रहा है? फार्मिंग कर रहा है. फार्मिंग क्या फार्मिंग है? वेजिटेबल. क्या वेजिटेबल? साग, कॉलीफ्लावर, टोमेटो. ഓ കോളിഫ്ലവർ അച്ചാ. അപ്പം അവർ ഈ സമയത്ത് മാത്രമാണ് അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ള സമയത്ത് സ്നോയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ വെറുതെ ഇരിക്കുമായിരിക്കും. ഇവിടെയുള്ള മിക്ക ആളുകളുടെയും ജോലി എന്ന് പറയുന്നത് കൃഷിയാണ്. കണ്ടില്ലേ, അവിടെയും ഇവിടെയൊക്കെ കൃഷിയാണ്. പക്ഷെ ആ വിക്സ് പോലത്തെ സാധനം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് രസം നോക്കി, ലാൻഡ്സ്കേപ്പ് എല്ലാം സോ ബ്യൂട്ടിഫുൾ. ഇത് ആപ്പിളാന്ന് തോന്നുന്നു. ദീദി ആപ്പിളേക്കാ? ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ और रेड एप्पल. एप्पल कब आएगा एप्पल? ജൂൺ ജൂലൈ സെപ്റ്റംബറിൽ ഇവിടെ വന്നാൽ മൊത്തം ആപ്പിളായിരിക്കും. ആ ടൈം അടിപൊളിയെന്ന് തോന്നുന്നു. മൊത്തം ആപ്പിൾ നിന്ന് കഴിച്ച് കിടക്കാം. വിശക്കുമ്പോൾ ആപ്പിൾ പൊട്ടിക്കുക, തിന്നുക. അത് തന്നെ. ഞാൻ അന്ന് ജോർജിയയിൽ പോയപ്പോൾ തോന്നുന്നു, മുന്തിരി ആപ്പിള് ഫുള്ള് റോട്ടിലുണ്ടാവും, പൊട്ടിക്കുക, തിന്നുക, ഇതന്നെയായിരുന്നു പണി. ഓക്കെ, ഫുള്ള് കൃഷിയിടത്തിന് നടുവിലൊരു വീട്. ഇവിടുത്തെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ സ്ഥലത്തെ പറ്റിയൊക്കെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ. അവിടെ ആ യെല്ലോ കളറിൽ കാണുന്നുണ്ടോ, അത് മറ്റേ മസ്റ്റാർഡാണ് കേട്ടോ. കണ്ടോ, അവിടെയുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് യെല്ലോ കാണുന്ന മൊത്തം മസ്റ്റാർഡിൻ്റെ ചെടിയാണ്. ഇവിടെ നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവിടെ പെയ്തു തുടങ്ങി. ഇവിടെ എത്തുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ കാറ്റപ്പാടെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തണുപ്പ് കൂടും. നോക്കി, നല്ല രസമല്ല ഈ യെല്ലോ കളറിൽ. ഇത് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ നാളെ എങ്ങോട്ടാ പോകണ്ടെന്നൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. സോ ബ്യൂട്ടിഫുൾ. അച്ഛാ ഹേ ദേഖ്നെ കെ ലിയെ ബഹുത് അച്ഛാ ജഗ. ഇവിടുത്തെ വീടും. ഇവർ രാത്രി വേഗം കിടന്നുറങ്ങും, രാവിലെ പെട്ടെന്ന് എണീക്കുകയും ചെയ്യും. ഇന്നലെ ഞാൻ അവിടെ കിടന്നുറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അവരെന്നെ 4 മണിക്ക് വിളിക്കുക. ബസ് 6:30 പോയത്. എന്നിട്ട് 4 മണി തൊട്ട് അവർ വിളിക്കുക. 4 മണിക്കെല്ലാം അവർ പല്ലേക്കാൻ വേണ്ടി പോയി. ഞാൻ കിതക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് ഒരുപാട് നടത്തൊന്നുമില്ലല്ലോ, വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര കിതപ്പ്. ഞാൻ താമസിക്കുന്ന വീട്ടിലെ പുള്ളിക്കാരിയുടെ അമ്മയാണ് കേട്ടോ. നമസ്തേ. കേട്ടോ, ഇത് ഇവരെന്തോ വിറകൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ഇത് എടുത്ത് വെക്കാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഗ്യാസൊന്നുമല്ല അവർ ഉപയോഗിക്കുന്നത്, ഫുള്ള് വീട്ടിൽ ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അവിടെ എല്ലാവരും ഉണ്ട്, കുറേ പിള്ളേരൊക്കെ ഉണ്ട്. ഹലോ, നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു പിള്ളേർ. ഇവർ വീട് കണ്ടോ? വീടൊക്കെ ഭയങ്കര അടിപൊളി വീടാണ്.
चलो चलो ഇരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ സീറ്റൊക്കെ തന്നിട്ടുണ്ട് ഞാൻ മേ ഇതർ പറ്റേ ആ കണ്ടോ നോക്ക് നല്ല രസമുണ്ട് വീട് കണ്ടോ മരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ആപ്പിൾ മരങ്ങൾ ആ ടൈമിൽ വന്നിരുന്നെങ്കിൽ ഫുൾ ആപ്പിളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും ഈ നേപ്പാളിൽ ഹിമാചൽ ഇങ്ങനെ തണുപ്പുള്ള ഏരിയയിലൊക്കെ ഇതുപോലത്തെ വീടുകളാണ് സ്റ്റെപ്പ് കണ്ടോ ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പായിരിക്കും ഇവരുടെ ആരോഗ്യം ഭയങ്കര അടിപൊളിയാണ് കുറേ ദൂരം നടന്നിട്ടാണ് പോണ് കണ്ടോ വീടിൻ്റെ മുന്നിലൊന്നും വണ്ടിയില്ല ബൈക്കൊക്കെ വരും പക്ഷെ അല്ലാണ്ട് നല്ലത് അച്ഛേ आपका मम्मा का घर है जी मामा पापा का घर है हाँ ठीक है പുള്ളിക്കാരുടെ മകനും മക്കളും ആരൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ അവരുടെ ബ്രദർ സിസ്റ്റർ ആൾക്കാരൊക്കെ ഞാൻ ഇവരുടെ അടുത്ത് ഓരോ സീസണെ പറ്റി ചോദിക്കുവാണ് ഇപ്പൊ സമ്മർ അല്ല ഇപ്പൊ സ്പ്രിംഗ് സീസൺ അഭി സ്പ്രിംഗ് ആണ് നെക്സ്റ്റ് സമ്മർ नेक्स्ट ऑटोमन ഓട്ടം ऑटोमन उसके बाद विंटर ഓക്കെ സമ്മർ नहीं समर नहीं समझ है स्प्रिंग समर ऑटोमन और विंटर अभी स्प्रिंग नेक्स्ट ये चल रहा है स्प्रिंग अब हाँ चल रहा है नेक्स्ट समर नेक्स्ट समर नेक्स्ट समर नेक्स्ट ऑटोमन ऑटमन नेक्स्ट विंटर नेक्स्ट विंटर 4 सीजन जी ഓക്കെ റെയിൻ കബി കബി ആയേगा रेन कभी कभी रेन कभी आएगा ഓക്കെ റെയിന് മഴ ഇടക്കിടക്ക് വരും പിന്നെ ഓട്ടം സീസൺ സ്പ്രിംഗ് സീസൺ വിന്റർ സീസൺ ഇതൊക്കെയാണ് ഇവിടെ മെയിൻ സമ്മർ അതുകൊണ്ട് ഇപ്പോൾ സ്പ്രിംഗ് ആണ് അതുകൊണ്ടാണ് ഇവിടെ പൂത്ത് നിൽക്കുന്നത് ഈ ആപ്പിളെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ അതിലൊക്കെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ പിള്ളേർ നമുക്ക് നല്ല രസം എല്ലാവരും ഒരു ടൈപ്പ് റെഡ് കളർ ഡ്രസ്സ് ഇടുക ഇതേ പുള്ളിക്കാരുടെ മോൻ എന്നെ ഫാം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞു ഫാം കാണിച്ചിട്ട് വരാമെന്ന് ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല പുറത്ത് പോയിട്ട് കണ്ടിട്ട് വന്നിട്ട് കഴിക്കാമെന്നെല്ലാം പറഞ്ഞു आपका नाम क्या है मेरा नाम ममन है हाँ ममन 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 क्या करता है ममन उपाध्याय मैं पढ़ रहा हूँ अब पढ़ रहा है क्या पढ़ रहा है सिविल इंजीनियरिंग हाँ इंजीनियरिंग इधर इंजीनियरिंग कॉलेज है इंजीनियरिंग कॉलेज है डिप्लोमा इन इंजीनियरिंग है उधर KTS KTS जुमला में जुमला में है वो नेपाल के ही, सबसे पहले इस्टेब्लिश हुई इंजीनियरिंग कॉलेज है ओ ठीक है वो पूरा पत्थर है ना वो सब पत्थर है हाँ इधर पत्थर थोड़ा महंगा पड़ता है ആ എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത് കല്ല് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കല്ലായാലും മരമായാലൊക്കെ എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത് പക്ഷെ വീടുകളിലൊക്കെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ കല്ലായിരിക്കും നല്ലത് ഇവിടെ അതേ ഒരു പുള്ളിക്കാരി ഉണ്ട് കേട്ടോ പുള്ളിക്കാരി അവിടെ ഫാമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുളകും പിന്നെ പൊട്ടാറ്റോ ഓ പൊട്ടാറ്റോ वो पोटैटो एप्पल कैसा होएगा क्या ये एप्पल है हाँ ये एप्पल ये एप्पल है वो पोटैटो है और पोटैटो वो वो छोटा क्या है वो छोटा वही मिर्ची है मिर्ची हाँ मिर्ची क्यों ऐसा सेपरेट कर रहा है इसका उधर बड़ा आएगा ना बड़ा उधर वो अलग अलग जगह में ऐसा अलग अलग जगह से एक्स्ट्रा वो पार्ट निकलता है ना हाँ, हाँ। उसी को उगल रहा है और मिर्ची को रख रहा है वो ആ ഓക്കെ വേറെ ചെടിയെടുത്ത് മാറ്റുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഹിന്ദി എനിക്ക് കാര്യമായിട്ട് മനസ്സിലാവണമെന്നില്ല ഓ കോളിഫ്ലവർ ഓർ ക്യാബേജ് फ्लावर नहीं है ഓക്കെ ക്യാബേജ് मूला है क्या मूला ഓക്കെ स्पेनिश ആ സ്പിനാച്ച് यस സ്പിനാച്ചോ സ്പിനാച്ചാന്ന് പറയണത് സ്പിനാച്ചോ റാഡിഷ് यस റാഡിഷ് रेडी ആ റാഡിഷാണ് എനിക്ക് തോന്നി കണ്ടപ്പോൾ റാഡിഷായിട്ട് തോന്നി എന്ത് രസം നോക്ക് വില്ലേജിൽ നടന്നു പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് എൻ്റെ ട്രാക്കിലേക്ക് എത്തിയത് വില്ലേജിലൊക്കെ പോയി അവരുടെ കൂടെ താമസിച്ച് ആ ഗ്രാമങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നു എത്ര നാളും ഓരോ സ്ഥലത്ത് പോയി ട്രക്കിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി അത് ഓരോ സ്ഥലത്ത് വരുമ്പോഴാണ് അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ യൂറോപ്പ് പോയാലും അങ്ങനെ നമുക്ക് വില്ലേജ് ഒന്നും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല പക്ഷെ അടുത്ത യൂറോപ്പിൽ നിന്ന് സൗത്ത് അമേരിക്കയാണ് പോകുന്നത് അപ്പോൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ ആട്ടാ वो आटा नहीं है यो ആട്ടല്ലല്ലോ വേറെ എന്തോ അത് गाँव ഗൗ वो for 1 minute എന്താണെന്നറിയില്ല അവൻ ഗൂഗിൾ ചെയ്ത് നോക്കണം തോന്നുന്നു गाँव ഗൗ ഗൗ എന്ന് പറയുന്നത് എനിക്കറിയാനില്ല ഹിന്ദി പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇംഗ്ലീഷാണെങ്കിൽ മനസ്സിലാവുള്ളൂ കൃഷിയിടങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു ഇപ്പോൾ ദാ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ മൊത്തം നമുക്ക് കാണാൻ പറ്റും ഇവിടെ എയർപോർട്ടൊക്കെ ഉണ്ട് അതാണ് രസം ആ കാണുന്നുണ്ടോ അത് റൺവേ ആണ് വാവ് ചെറിയ ഫ്ലൈറ്റ് വരുമെന്നാണ് പറഞ്ഞത് ഇത്രയും ചെറിയ ഗ്രാമത്തിലേക്ക് ഫ്ലൈറ്റ് വരെ ഉണ്ട് അത് കൊള്ളാം പക്ഷെ ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും അതുകൊണ്ട് ആരും ഫ്ലൈറ്റിലൊന്നും വരില്ല
ഞാൻ ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു ഫ്ലൈറ്റിലാണോ വരുന്നതെന്നൊക്കെ ചോദിച്ച് പോകുന്നതെന്ന് ഇങ്ങോട്ട് ജുംലയിലേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടായിരുന്നു ബഫലോടെ മീറ്റ് കഴിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ഇവിടെ ബാൻഡാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ എല്ലാവരും കഴിക്കും കേട്ടോ. ബഫ് കാത്തേന ഇതർ ബഫല്ലോ ബഫല്ലോ ചിക്കൻ മട്ടൻ ഇതൊക്കെ കഴിക്കും കേട്ടോ. ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ നോക്ക് എന്ത് രസാ. ഇവിടെ നടന്ന് ഏതോ വില്ലേജിൽ എത്തിയിട്ടുണ്ട് നമ്മള്. ഹലോ ദേ പിള്ളേർ ഇവിടെ കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ. ഹായ് क्या गेल कर रहा है? क्या करते हो? घर बार खेल रहे हो? घर हाँ बनाते हैं बनाने के खेल रहे हो. इधर उसका इंस्ट्रूमेंट है ये. ओके खाना बना रहा है. हाँ ഓ ഫുഡ് ഉണ്ടാക്കുകയാണ്. അത് നോക്കി ചെത്തി എടുത്തേക്കണ് അവിടുന്ന് ഇവിടുന്നൊക്കെ. എനിക്ക് നമ്മുടെ പഴയ കാലം ഓർമ്മ വരുന്നത്. നമ്മളെ നാട്ടിലേക്ക് ഇപ്പോൾ കൂടുതലും ഇങ്ങനെ കളിക്കുന്നില്ലല്ലോ. അധികം കുട്ടികളും എന്താ പറയുക മണ്ണിൽ കളിക്കാണ്ട് ഫോണിലൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. നോക്ക് ദേ കുറേ സാധനങ്ങളുണ്ട് അവരുടെ കയ്യിൽ. കുപ്പി പാട്ട ഇതെല്ലാം വെച്ചിട്ട് അവർ കളിക്കുന്നത് ഫുഡ് ഉണ്ടാക്കിയിട്ട്. അഭി ഖാന ഹോ ഗയാ? नहीं होगा अभी बना रहा है. कब आएगा? कब बन रहा है खाना? हाँ अभी नहीं बनेगा, ये सब बनाएंगे तभी बनाएंगे. അടിപൊളി ആയിട്ടില്ല കേട്ടോ. ഫുഡ് ഉണ്ടാക്കാൻ പോകണുള്ളവരുടെ. ഇത് നോക്ക് എന്ത് രസമാണല്ലേ. ഇവിടെയൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്നത്. വാവ് ഭയങ്കര രസമുണ്ട് കേട്ടോ. വലിയ വലിയ വീടും എന്ന് വെച്ചാൽ അവർക്ക് കൃഷിയൊക്കെ ചെയ്ത് അവർ കൃഷിക്കാരാണ്. അങ്ങനെ കണ്ടോ പാടത്തു കൂടെ ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ പോകുന്ന കാണാം. അതിൻ്റെ നടുവിൽ നടുവിലൊരു എയർപോർട്ടും. ആ കാണുന്ന എയർപോർട്ട് എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വീടിൻ്റെ കളറെല്ലാം ഏകദേശം ഒരേപോലെ. പക്ഷെ വലിയ വലിയ വീടുകളാണ് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ ഇൻവേർട്ടറും ഇതും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്നുകൊണ്ട് ഇത്രയും കാണുന്നത്. അവൻ അതിൻ്റെ മുകളിലൊരു മന്ദിറുണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് കേൾക്കാതിരുന്നത്. പക്ഷെ ഞാൻ മണ്ടിയാണ്. കാരണം അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചുകൂടെ അടിപൊളി വ്യൂ ആയിരുന്നു. ആ വ്യൂ കാണിക്കാൻ കൊണ്ടുവന്നു, അല്ലാതെ മന്ദിരല്ല. മന്ദിരാന്ന് വെച്ചപ്പോൾ പോകണ്ടല്ലോ എന്ന് ഓർത്തു. ഇത് ഓ ചാവലേ चावल का नहीं वो घास है. ग्रास नहीं वो किधर से लेके? वो घास इधर जंगल से लेकर आता है. എവിടുന്നോ കൊണ്ടുവന്നേ. പക്ഷെ ऊपर का तो चावल का है. हाँ चावल का है. वो नीचे का वो घास है. ഓക്കെ താഴെ മുകളിൽ മറ്റേ ചാവലിൻ്റെയും താഴെ ഇതും മറ്റേ അരിയും പിന്നെ സാധാ ഗ്രാസ് പുല്ല് അതാണ് കേട്ടോ. ഇവിടെ എല്ലാ വീട്ടിലും ഇതർ पूरा गांव में ऐसा देख रहा है. ओ मुर्गी वो ऐसा काऊ. हेलो वो छोटा छोटा है ना ऐसा. हाँ बहुत छोटा है. ओ ऐसा मड है. मड के बनता. हाँ कोई पर प्लास्टर भी किया है इधर. मडर स्टोन से बना हुआ है. हाँ ഇവിടെ നിറയെ ഇതുണ്ട്. എല്ലാ വീട്ടിലും പശുവിനെല്ലാം കാണാം. इधर गैस में नहीं बनाता है खाना. गैस में भी बनाता है. हाँ गैस बहुत महंगा. हाँ महंगा. इसके लिए मैं पूछा. इसके लिए तो हाँ बट पहले ऐसा वुड ऐसा बनाते हैं ना. हाँ इधर घर भी अच्छा है. ऐसा ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വാവ് എന്ത് രസമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ അടിപൊളി. ओ इधर है ना वो लग्जरियस व्यू है. वो घर का उधर से विंडो से व्यू ऐसा इतना सुंदर അടിപൊളി. ഇവർക്ക് വേറെ എവിടെ ഈ വ്യൂവിന് വേണ്ടി പോകണ്ട, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ആരാ എന്താന്നൊക്കെ ഇവിടുത്തെ വീട്ടിലെ ആളുകൾക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എക്സ്പ്ലോർ ചെയ്യണതിൻ്റെ ഇടയിൽ ഹായ്. ഇവിടെ നോക്ക് വിറക് ഗ്യാസ് കൂടിയപ്പോൾ തന്നെ വില കൂടിയപ്പോൾ ഇവിടെ കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് ഇവർ ഇതായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അവൻ പറഞ്ഞ് ഇതുവഴി അതിൻ്റെ മുകളിലേക്ക് കയറാൻ അടിപൊളി വ്യൂ കാണാൻ പറ്റുമെന്ന്. മുകളിലേക്ക് കയറി നോക്കട്ടെ എന്നാൽ ഫുള്ള് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും പോയി നോക്കി നോക്കാം. പിന്നെ കോഴിയുണ്ട്, നാടൻ കോഴിയല്ല അവിടെയും. ഞാൻ ഇന്നലെയൊക്കെ കഴിച്ചതൊക്കെ നാടൻ കോഴിയായിരുന്നു. ഈ കൊച്ചു പയ്യൻ എന്താ ഇതൊക്കെ എടുത്തിട്ട് എവിടേക്കാണ് പോണേ ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയണത് അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, എന്തോ പശുവിനെ ഇതാക്കാനോ കൃഷിയിടത്തിലോ എന്തോ ഉണ്ട്. അപ്പോൾ വെള്ളവും ഫുഡുമായിട്ട് പോവാണ് അവൻ ഒറ്റയ്ക്ക് നിന്ന്. അവൻ്റെ പുറത്ത് ഫുഡും കയ്യിൽ വെള്ളവും. ഈ കാണുന്ന മൊത്തം സ്റ്റെപ്പാണ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവനെ സ്റ്റെപ്പ് കയറ്റാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. നമുക്ക് ഈ സ്റ്റെപ്പ് മൊത്തം കയറിയിട്ട് വേണം എനിക്ക് മുകളിലെത്താനായിട്ട്. എന്തായാലും കുഴപ്പമില്ല, കുറേ നാൾ ശരീരം അനങ്ങാതിരുന്നില്ലേ. ആ കൊച്ചു പയ്യൻ പോകുന്നത് കണ്ടോ നോക്കി. അവൻ ഏത് വഴി കൂടെ പോകുന്നത് വഴി പോലുമില്ല. എനിക്കത് വഴിയൊക്കെ പോകാൻ പേടിയാണ്. ഇവിടുത്തെ ആൾക്കാർ നോർമൽ വഴിയൊക്കെ ഇങ്ങനെയാണ്. ഓ കിതർ ചാറേ
जगह देखने के लिए मुश्किल है देखो और लॉस्ट हो गया ഓ കിതർ സേ ഏത് വഴിയാ പോണ്ടേന്ന് വരെ അവൻ നോക്കണത് കണ്ടാ ഏത് വഴിയാന്ന് തന്നെ അവന് മനസ്സിലാവുന്നില്ല ഓരോ വഴി കൂടെ ഒക്കെ പോണോ ഓ ദൂർ ജായേഗാ സേഫ് है क्या ഓ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പോകുന്നോണ്ട് ഒരു കുഴപ്പമില്ല അവൻ ഒറ്റയ്ക്ക് സിമ്പിളായിട്ട് പോകുന്നത് ആ സ്റ്റെപ്പ് കയറി കുറച്ചും കൂടെ മുകളിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണുന്നത് ഇനി കുറച്ച് സ്റ്റെപ്പും കൂടെ മുകളിലേക്ക് ഉണ്ട് കണ്ടോ ഞാൻ ക്ഷീണിച്ചപ്പോൾ ഇവിടെ നിന്നാണ് മറ്റേ എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായില്ല ബ്രീത്തൊന്നും നേരെ വർക്ക് ചെയ്യുന്നുണ്ടായില്ല നമുക്ക് ഇപ്പോൾ കണ്ടോ കാണാൻ പറ്റുന്നില്ലേ അവിടുത്തെ വീടുകൾ കണ്ടോ ഓരോന്നോരോന്ന് ഹൈറ്റിലൊക്കെ ഉള്ളത് കൃഷി നല്ല രസമുണ്ട് അതിൻ്റെ മുകളിലേക്ക് പോവാൻ കേട്ടോ ഞാൻ പറഞ്ഞു ഇവൻ്റെ അടുത്ത് തന്നെ കൈ പിടിച്ച് മര്യാദക്ക് കൊണ്ടുപോക്കും എനിക്ക് പേടിയാന്ന് ഇതുവഴിയൊക്കെ വേണം പോകാൻ അങ്ങോട്ടൊന്നും വഴിയില്ല ഇവരിവിടെ തന്നെ ജനിച്ച് വളർന്നുകൊണ്ട് ഇവർ കുഴപ്പമുണ്ടാവില്ല അപ്പം പറഞ്ഞു കൈ പിടിച്ചുകൊണ്ടോ ഞാൻ ക്ഷീണിച്ചിട്ട് വീണ്ടും ഇവിടെ ഇരിക്കുക നല്ല രസം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കാൻ 2 ബഫല്ലോ പോണുണ്ടോ അതിൻ്റെ പുറകിലൊരു ചേച്ചിയോ ആരോ പോണു പിന്നെ അതിൻ്റെ പുറകിലുണ്ടോ ഒരു മടാളൊക്കെ ആയിട്ട് പോകുന്നു എന്താ അതിൻ്റെ പേര് കായക്കോട്ടായിട്ട് പോണു അതൊക്കെ നോക്കി ഞാനിവിടെ ഇരിക്കുക കൃഷിയിടങ്ങളിൽ ഓരോന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നു എവിടെ എന്നത് എത്ര ദൂരെ നിന്ന് ഞാൻ സൂം ചെയ്തെടുക്കുന്നത് കണ്ട ഇത്രയും ദൂരെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നു താഴെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയോ മുകളിലെത്തി അവൻ്റെ കൈ പിടിച്ചിട്ട് വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല ഇതിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെ സ്റ്റീപ്പാണെന്ന് ഇത് നേപ്പാളിൻ്റെ ഫ്ലാഗാണ് കണ്ടോ ഇങ്ങനെ കിടക്കുന്നത് അവ സിമ്പിളായിട്ട് ക്ഷീണവും ഇല്ല പേടിയില്ല ഒന്നുമില്ല ഇതൊക്കെ എന്ത് സ്റ്റീപ്പാന്ന് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഈ ഏരിയയിലൂടെ വരൂല ഞാൻ അവൻ പിടിച്ചോണ്ട് മാത്രം താങ്ക് യു ഫോർ ഹോൾഡിങ് മൈ ഹാൻഡ് കണ്ടോ ഇനി ഇതെങ്ങനെ താഴേക്ക് പോവും इधर से नीचे जाना पड़ेगा और दूसरा जगह है मैं नहीं जाएगा हेलीकॉप्टर चाहिए डर लगता है അല്ലോ ഇതെങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങും ഇതുവഴി വേണം താഴേക്ക് പോയാൽ അതിനേക്കാൾ ടാസ്ക് ആയിരിക്കും കേട്ടോ എനിക്ക് അക്രോഫോബിയുള്ള ഹൈറ്റ് പേടിയായതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ പിന്നെയും നേരെ താഴേക്ക് വന്നിട്ട് കയറി വന്നേ മുകളിലേക്ക് താഴേക്ക് എങ്ങനെ ഇറങ്ങും ഞാൻ ഇവിടെ വേറെ 3 പേരൊക്കെ ടൂറിസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് സോ ഈ വ്യൂ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നല്ല കാറ്റും നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കുക ഉദർക്കേ ഗർമേ ഓക്കെ മന്ദിർ അതിന്റെ മുകളില് കുറച്ചുകൂടെ ദൂരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ടവർ ഉണ്ട് അതാണ് പറയുന്നത് ടവർ ഉണ്ടോ അവിടെ അങ്ങ് ദൂരെ വാവ് നല്ല രസമുണ്ട് ഈ വ്യൂ കണ്ടിരിക്കാൻ താഴേക്ക് ഇറങ്ങണ താഴേക്കും എനിക്ക് വിഷമമുണ്ട് ജീവൻ മരണ പോരാട്ടായിരുന്നു അവിടുന്ന് താഴേക്ക് ഇറങ്ങല അവൻ ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു യു ആർ ലാഫിങ് യു ആർ ഹോൾഡിങ് മൈ ഹാൻഡ് ആൻഡ് യു ആർ ലാഫിങ് ബിക്കോസ് ഐ എം ഡർ ലഗ്തായ പേടിയായതുകൊണ്ട് എന്താ പറയുക വീണാലും അധികം പോവില്ല താഴെ എത്തിക്കോളുന്ന് ഇത്രയും തീർന്നു ഇങ്ങനെ സ്റ്റീപ്പായിട്ട് വരുന്നു ഇവിടെ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ സ്റ്റെപ്പ് ഇല്ലെങ്കിൽ അഭി സ്റ്റെപ്പ് നെയ്യത്തു മുഷ്കിലേനാ ജാനേക്കാ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ ഈസിയാണ് കേട്ടോ അപ്പോൾ താഴേക്ക് പോവാണ് അവൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സോ ഇന്നിനിപ്പോൾ അവിടെ പോയിട്ട് എന്താ പരിപാടി എന്ന് അറിയില്ല ഇന്ന് അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നാളത്തെ ഓരോ പ്ലാനൊക്കെ ചെയ്യാനുണ്ട് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ